റഷ്യ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന്റെ 4 വർഷം തികയുന്ന ചൊവ്വാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉക്രൈനിലുള്ള പിന്തുണ സ്ഥിരീകരിച്ചു. സംഘർഷത്തെ റഷ്യ തിരഞ്ഞെടുത്ത ആക്രമണ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 4 വർഷം മുമ്പ് റഷ്യയും ഉക്രൈനിലും ബോംബുകൾ പതിക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് യൂറോപ്പ് ഉണർന്നതെന്നും മാക്രോൺ എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമത്തെയും ജനങ്ങളുടെ പരമാധികാരത്തെയും മനുഷ്യജീവിതത്തെയും നഗ്നമായി ധിക്കരിച്ചുകൊണ്ട് റഷ്യ തിരഞ്ഞെടുത്ത ആക്രമണ യുദ്ധത്തിന്റെ 4 വർഷങ്ങൾ നഗരം ആക്രമിക്കപ്പെട്ടു. സ്കൂളുകളും ആശുപത്രികളും നശിപ്പിക്കപ്പെട്ടു. കുടുംബങ്ങളെ തണുപ്പിലേക്കും ഭീകരതയിലേക്കും തള്ളിവിടാൻ ലക്ഷ്യമിട്ടുള്ള ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമാനുഗതമായി നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ ഫലമായി 15,000 ഉക്രൈനിയൻ സിവിലിയന്മാർ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമം, ബലാത്സംഗം, പീഡനം, യുദ്ധക്കുറ്റങ്ങൾ, ഭീകരത എന്നിങ്ങനെ അദ്ദേഹം വിശേഷിപ്പിച്ചതിനെയും ആയിരക്കണക്കിന് ഉക്രൈനിയൻ കുട്ടികളെ നാടുകടത്തിയതിനെയും അദ്ദേഹം അപലപിച്ചു. 4 വർഷത്തെ തകർന്ന ജീവിതങ്ങൾ, അക്രമം, ബലാത്സംഗം, പീഡനം, യുദ്ധകുറ്റകൃത്യങ്ങൾ, ഭീകരത, 4 വർഷം ആയിരക്കണക്കിന് ഉക്രൈനിയൻ കുട്ടികളെ അവരുടെ ഭൂമിയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പറിച്ചെടുത്തു. എന്നിട്ടും 4 വർഷമായി ഉക്രൈൻ ഉറച്ചു നിൽക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മാക്രോൺ വാദിച്ചു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈൻ കീഴടക്കുമെന്ന് ക്രെംലിൻ വാഗ്ദാനം ചെയ്തെങ്കിലും 2022 നവംബറിൽ മുന്നണി സ്ഥിരത പ്രാപിച്ചതിനു ശേഷം ഉക്രൈൻ പ്രദേശത്തിന്റെ 1% മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ മാസം ഉക്രൈൻ വീണ്ടും നിലം പരിശാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോസ്കോയ്ക്കുണ്ടായ മനുഷ്യ ചിലവ് എടുത്തു കാണിച്ചുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് അവകാശപ്പെട്ടത് 1.2 ദശലക്ഷത്തിലധികം റഷ്യൻ സൈനികർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയിലുണ്ടായ ഏറ്റവും ഉയർന്ന യുദ്ധമരണ സംഖ്യയാണിത്. ഉക്രൈനിയൻ മുന്നണിയിൽ പോരാടുന്നതിനായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള വ്യക്തികളെ റഷ്യ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും പലപ്പോഴും യാതൊരു മുൻകൂർ പരിശീലനവുമില്ലാതെ അദ്ദേഹം ആരോപിച്ചു. സൈനികമായും സാമ്പത്തികമായും തന്ത്രപരമായും റഷ്യയുടെ ട്രിപ്പിൾ പരാജയമെന്നാണ് യുദ്ധത്തെ വിശേഷിപ്പിച്ച മാക്രോൺ. അത് നാറ്റോയെ ശക്തിപ്പെടുത്തുകയും യൂറോപ്യൻ ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പറഞ്ഞു. നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ പ്രതിരോധത്തിന്റെ ആദ്യ നിര ഉക്രൈനായതിനാൽ ഫ്രാൻസും യൂറോപ്പും അതിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഉക്രൈനായി യൂറോപ്പ് 170 ബില്യൺ യൂറോയുടെ സാമ്പത്തിക, സൈനിക, മാനുഷിക, ഊർജ്ജ സഹായം സമാഹരിച്ചതായും മാക്രോൺ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.